ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു കംബാക്ക് ആയിട്ടുള്ള ഒരു കിടിലൻ മാച്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി ഡിവിഷൻ പ്രൊമോട്ട് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാൻ നിങ്ങളൊക്കെ ഏത് ഡിവിഷൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് IPL ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരുടെ ടീമാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഏത് ടീം ഇട്ടാലും ഒരു കുഴപ്പമില്ല, ഏത് ടീമാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മച്ചാൻ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് അടക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി എന്താ പറയുക, നമ്മുടെ ഈ ഒരു സ്ക്വാഡ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സാബി വേഴ്സസ് ക്രൈഫാണ്. എന്തായാലും വെച്ചാൽ നല്ലൊരു കിടിലൻ ഓപ്പോണൻ്റാണ് വന്നിരിക്കുന്നത്. കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി പറഞ്ഞായിരുന്നു ക്രൈഫ് മാനേജറാണോ ബെക്കംബറാണോ നല്ലത്. അപ്പോൾ ഓൾറെഡി ഇത് ക്രൈഫിൻ്റെ നമ്മൾ അത്യാവശ്യം മുമ്പേ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്തായിരുന്നു. പക്ഷേ ഇത് ക്രൈഫിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇതാണ്. ഗ്യാസ്മർണി വേഴ്സസ് നമ്മുടെ ക്രൈഫാണ്, ഡബിൾ ബൂസ്റ്റർ മാനേജറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം സിംഗിളാണോ ഡബിൾ ആണോ പൊളിയുന്നത്. അതുപോലെ കൈസ് എന്താ പറയുക, ഇതിൽ രണ്ടും ഉണ്ട് കേട്ടോ. ക്രൈഫ് മാനേജറിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്രൈഫ് പ്ലെയറും ഉണ്ട്, ബെസ്റ്റ് ടൈമിലുണ്ടായിരുന്നത്. അപ്പോൾ കൈസ് ഞാൻ എന്തായാലും നിങ്ങൾ കൈസ് എല്ലാവരും മാച്ചിന് മുമ്പേ ഈ ഒരു ആരോയ്ക്ക് അനുസരിച്ച് മാത്രം മാച്ചസിന് നമ്മുടെ പ്ലേയേഴ്സിന് ഇറക്കുക. കാരണം ആരും അങ്ങനെ ഇതായി പോകേണ്ട, ലോസായി പോകേണ്ട. കാരണം പിന്നെ മച്ചാൻ മതി ഇതിനകത്ത് നമ്മുടെ ബാറ്റിൻ്റെ ഒരു അഴിഞ്ഞാട്ടമുണ്ട്. കാരണം ഗൈസ് ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് അത്യാവശ്യം നല്ലോണം കിടിലൻ കാർഡാണ്. കാരണം പവർ കുറഞ്ഞാലും നന്നായിട്ട് ചെക്കൻ കളിപ്പിക്കുന്നുണ്ട് ഈ കാർഡ് വെച്ചിട്ട്, ബാറ്റിനെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മാച്ചിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടച്ച് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെയാണ് ഫസ്റ്റ് ടച്ച്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ലൊരു കിടിലൻ കംബാക്ക് ആട്ടോ. അതാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ ബെക്കംബർ ടു നമ്മുടെ റോബർട്ടോ കാർലോസ്. പിന്നെ മെച്ചമാരെ നമ്മുടെ സ്കോട്ട്. അതുപോലെ ഗൈസ് നമ്മൾ ഓൾറെഡി നിങ്ങൾക്കറിയാം പാട്രിക് വിയറ ടു നമ്മുടെ ബാറ്റിസ്റ്റൂട്ട. ഓക്കെ മെസ്സി ഗൈസ്, ഈ ഒരു മെസ്സി കാർഡൊക്കെ ഉള്ള ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. സ്നൈഡർ നമ്മൾ ഫസ്റ്റ് ഹാഫ് സ്നൈഡറിനെ ഇട്ടു കേട്ടോ മച്ചാൻ. നമ്മുടെ ഇനീസ്റ്റ അതിൻ്റെ വാൻഡേബാട്ടിൽ നമ്മൾ ഇറക്കിയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്ക് ഫസ്റ്റ് ഹാഫ് നമ്മുടെ സ്നൈഡറിനെ തന്നെ റെഡിയാക്കാന്ന്. പാട്രിക് വിയറ ടു ഒഡേഗാർഡ് ടു ഗൈസ്. ഒഡേഗാർഡിനെ കൊണ്ട് ചെക്കന്മാർ അടിക്കാൻ നോക്കുന്നില്ല, കിട്ടിയില്ല. സ്നൈഡർ ടു നമ്മുടെ ബെക്കാം ടു ഓക്കെ ലൂയിസ് സുവാരസ് ഗൈസ്. സുവാരസ് സംഭവം കാർഡ് അപ്ഡേറ്റ് ശേഷം നല്ലോണം കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാർഡ് നിങ്ങൾ എടുത്ത കമൻറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളി കാർഡാണ്, അത്യാവശ്യം നന്നായിട്ട് കളിപ്പിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗ്രീസ്മാനിലേക്ക് കിട്ടുമോ നമുക്ക് നോക്കാം. പിന്നെ മച്ചാമാർ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലുണ്ടല്ലോ, റിയൽ സഞ്ജു എന്ന് പറഞ്ഞ ആ ഒരു ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വരാൻ പോകുന്ന ഈ മാസത്തെ ജൂൺ 5 മെയിൻ്റെനൻസും കാര്യങ്ങളും അങ്ങനെയുള്ള വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം. മെസ്സി ടു നമുക്ക് ചൗമണി ടു ബെല്ലിംഗം ടു മെസ്സി ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണൻ്റ് സ്ക്വാഡിലായാലും മെസ്സി ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതൊരു ബിഗ് ടൈം മെസ്സി വേഴ്സസ് ആ ഒരു കാർഡ് മെസ്സി എന്തായാലും കോംബോയാണ്. ഈ ചൗമണിനെ നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ നാലാമത്തെ. ഒഡേഗാർഡ് മച്ചാമാരെ ബാറ്റി കിട്ടിയിട്ടില്ല. റോബർട്ടോ കാർലോസ് ടു നമ്മുടെ ഗ്രീസ് കോസ്റ്റ് ചേട്ടാ ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഗെയിം പ്ലാനിലും എല്ലാ ഓപ്പോണൻറ്റും നമ്മുടെ കോസ്റ്റ് ചേട്ടനൊക്കെ ഇറങ്ങുന്നുണ്ട്. ബെല്ലിങ് ഒരു ഷോട്ട് അടിച്ചു 22-ാം മിനിറ്റിൽ, അടിപൊളി ഷോട്ടാണ് മച്ചാമാരെ. ഇതിലൊരു കിടിലൻ ഗോൾ വെച്ചിട്ടൊരു കംബാക്ക് ഉണ്ട്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയിട്ടോ സത്യം പറഞ്ഞാൽ. എന്താ പറയുക, നമ്മുടെ സുവാരസിൻ്റെ കാർഡ് അണ്ണൻ പൊളിയാണ്. ഡബിൾ ബൂസ്റ്ററിൻ്റെ പക്കാ സീനാണ്. ഓപ്പോണൻ്റ് ഒതുക്കുന്നുണ്ട്. ഞാൻ അത് കാണിച്ചുതരാം. സുവാരസ് ടു ഗൈസ് പോയില്ല. കോസ്റ്റ് കട്ട ടു നമ്മുടെ ബെല്ലിംഗം ടു മെസ്സി ടു ബാറ്റി ഗൈസ്. ഇവരുടെ കോംബോ വേരിയേഷൻ ഞാൻ നോക്കിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. ബെക്കാം ടു നമ്മുടെ മെസ്സി ടു ലൂയിസ് സുവാരസ് അണ്ണൻ കിട്ടിയില്ല. മെഗല്ലൻ കിട്ടി മച്ചാമാരെ. ഗ്രീസ്മാൻ ടു മെസ്സി ഒരു കൂട്ടയടി നടന്നു മച്ചാമാരെ. സക്ക ഗൈസ്. നിങ്ങളിപ്പോൾ കവാനിയൊക്കെ ഉള്ള ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. കവാനിയൊക്കെ ഓൾറെഡി നമ്മുടെ ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ചൗമണി മെസ്സി ആരെ വീഴ്ത്തിയെന്ന് നോക്കാം നമുക്ക്. ബെക്കാമറ്റു ഒരു ക്രോസ് സുരാനിലേക്ക് പോയിട്ടില്ല. ഓക്കെ സ്നൈഡർ ടു ഗ്രീസ്മാൻ ടു ഗൈസ്. ഈ ഒരു ഷോട്ട് നമുക്ക് നോക്കാം. 34-ാം മിനിറ്റിൽ ഗൈസ് ഷോട്ട് പോയില്ല, സൈഡിൽ കൂടെ കറക്റ്റ് പോയി. ഞാൻ വിചാരിച്ചു കറക്റ്റ് അതൊരു കറവടിച്ച് ഗോളാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ മച്ചാമാർ ഓൾറെഡി വിസിറ്റ് റവഡ ഗൈസ് അങ്ങനെയൊക്കെ താഴെ കൂടെ കാണിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ബെക്കാം ടു നമ്മുടെ കഫു ടു മെസ്സി ടു ബെക്കാം. വീണ്ടും സ്നൈഡർ ടു മെസ്സി ഫോം ചെയ്ത് വരികയായിരുന്നു. അപ്പത്തേനും പാട്രിക് വിയറ എടുത്തു. ബെല്ലിംഗം ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ബെല്ലിംഗം ടു മെസ്സി ടു ബാറ്റി കിട്ടിയില്ല. എൻ്റെ പൊന്ന് ഗൈസ്. അപ്പോൾ ബാറ്റി അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല, അണ്ണൻ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് സാധനം ഷൂട്ട് ചെയ്ത് കയറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. കാർഡിന് കുഴപ്പമില്ല, നിങ്ങളുടെ മാനേജറിനനുസരിച്ച് മാറ്റി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പം ഫോം പോയതൊക്കെ തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട്. കൊനാമി അത് 1-2 ആഴ്ചത്തെ പ്രശ്നമുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഗ്രീസ്മാൻ ടു നമ്മുടെ ബാസ്റ്റണി, ഒഡേഗാർഡ് ടു ബാറ്റി വീണ്ടും. ഓക്കെ ബെക്കംബർ ഗൈസ്. അപ്പം ബെക്കംബർ ടു നമ്മുടെ സ്കോട്ട് ടു ഡേവിഡ് ബെക്കാം.
ഓക്കെ സുവാരസ് കിട്ടുമോ നോക്കാം. ഓക്കെ സുവാരസ് മച്ചാമാൻ സ്നൈഡർ എടാ എടുത്തില്ലടാ. പാസ് റെഡിയായിരുന്നു പക്ഷെ കിട്ടിയില്ല. സോ ഗൈസ് നമുക്ക് വീണ്ടും നോക്കാം സ്കോട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമ്മുടെ ഈ ഒരാഴ്ച നമ്മുടെ പോർവേ ആയിട്ട് നമ്മുടെ മെസ്സിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ അവർ 3 ഷോട്ട് അടിച്ചു ഗൈസ്. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും പറയുന്നില്ല കേട്ടോ, ഞാൻ ഓൾറെഡി അത് സ്കിപ്പ് ചെയ്തു. ചൗമണി ടു സക്ക. പിന്നെ മച്ചാമാർ ഇന്നലത്തെ ഒരു കിടിലൻ മാച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തതിൻ്റെ ഉറപ്പായിട്ടും കാണുക. ബെക്കംബർ സ്കോട്ട് ഗൈസ് കിട്ടുമോ നോക്കാം. ബാസ്റ്റണി ടു പാട്രിക് വിയറ ടു മറഡോണ ടു വീണ്ടും ബാറ്റി. എൻ്റെ പൊന്നു ഗൈസ് മച്ചാമാരെ ഒബ്ലാക്ക് നമ്മുടെ നെയ്മർ മറ്റേ ഇതിന് പോയ സമയത്തുണ്ടായിരുന്ന നെയ്മർ ഫ്രീ കാർഡാണ്. അപ്പോൾ ഗൈസ് കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നെയ്മറിൻ്റെ ഈ ഒരു എന്താ പറയുക ഫോം ഔട്ട് ആയിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഇപ്പോൾ ഫോമിലായി തോന്നുന്നു പഴയ പോലെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കളിപ്പിച്ച് നോക്കുക. ഓക്കെ ടോണി ആഡംസ് മച്ചാമാരെ സക്ക വീണ്ടും. ഗൈസ് ഇവിടുന്ന് ഇവന്മാരെ ക്ലിയർ ചെയ്യണല്ലോ. സക്ക അത്യാവശ്യം നന്നായിട്ട് തന്നെ വട്ടത്തിൽ കറക്കുന്നുണ്ട്. കോസ്റ്റാ ടു പാട്രിക് വിയറ ഒരു ഷോട്ട്. എൻ്റെ മച്ചാമാരെ ഒബ്ലാക്ക് എടുത്തു കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത പണി കിട്ടിയാലേ. എൻ്റെ പൊന്നു ഗൈസ് 52-ാം മിനിറ്റ് ഇത് കയറുന്നില്ല. സോ ഗൈസ് നമുക്ക് നോക്കി നോക്കാം. പാട്രിക് വിയറ ടു ചൗമണിൻ്റെ ഒരു കറവ് വല്ലതും ആണോ ഗൈസ്? ഒരു ലോങ് ഷോട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. ബ്ലോക്ക് ചെയ്തു ടോണിയുടെ. എൻ്റെ പൊന്നു മച്ചാമാരെ പോസ്റ്റിൻ്റെ അടുത്ത് കൂടെ പോയെ ഗൈസ്. അപ്പം നമ്മൾ 60 FPS ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മച്ചാമാരെ നിങ്ങളെല്ലാവരും നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ കുറേ മച്ചാമാര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. സോ നമ്മൾ പെട്ടെന്ന് തന്നെ ഞാൻ സ്ട്രീം ലാബൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നു മച്ചാമാരെ മെസ്സി അതുപോലെ. അപ്പോൾ എന്താ പറയുക ഗൈസ്, ഞാൻ ഓൾറെഡി എന്താ പറയുക ഇടയ്ക്ക് സ്മാർട്ട് അസിസ്റ്റ് ഓണാക്കും, ഇടയ്ക്ക് സ്മാർട്ട് അസിസ്റ്റ് ഓഫാക്കും. ഞാൻ സാധാരണ സ്മാർട്ട് അസിസ്റ്റ് ഓൺ അല്ലായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കുള്ള മാച്ചുകളിലാണ് ഞാൻ സ്മാർട്ട് അസിസ്റ്റ് ഓണാക്കിയത്. നിങ്ങൾക്കറിയാം ഓൾറെഡി ചില മാച്ചുകളിൽ സ്ക്രിപ്റ്റിംഗ് ആണ്. നമ്മൾ എത്ര അടിക്കാൻ നോക്കിയാലും ഓട്ടോമാറ്റിക്കലി കൊനാമി നിയമിച്ച ഒരു സംഭവം ഉണ്ടാവും. അതല്ലാണ്ട് നമുക്ക് മറികടക്കാൻ കഴിയില്ല. അപ്പം മച്ചാമാരെ എന്തായാലും നമ്മുടെ ഓപ്പോണൻ്റ് അത്യാവശ്യം ഗൈസ്. അപ്പോൾ സുവാരസ് ടു സാബി നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തു കേട്ടോ. സ്കോട്ട് സ്നൈഡർ ടു സാബി ടു സ്നൈഡർ. ഓക്കെ സുവാരസ് അണ്ണൻ പെനാൽറ്റി ഗൈസ്. 60-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സക്കയ്ക്ക് യെല്ലോ കാർഡും ഗൈസ്. ഇവന്മാരുടെ ബോഡി സ്റ്റേഗനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും സക്കയ്ക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമ്മൾ ഓൾറെഡി റിയൽ സെഞ്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാനൽ ഗൈസ് നമ്മൾ ഓൾറെഡി വീഡിയോസ് എന്താ പറയുക ഡെയിലി വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ ഇടതങ്ങ് വരച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഗോൾ കയറിയായിരിക്കും തോന്നുന്നു. സ്റ്റീഗൻ നമുക്ക് നോക്കാം. അതാ തട്ടിപ്പോയി ചൗമണി ഗൈസ് പണിയായല്ലോടാ. ബാറ്റി ടു ക്രൈഫ് ടു. അപ്പോൾ എന്തായാലും നോക്കാം മച്ചാമാരെ. ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡിവിഷൻ എത്രയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. റോബർട്ടോ കാർലോസ് ടു ക്രൈഫ് വീണ്ടും ഇടത്ത് പണി പാണോ മച്ചാമാരെ. നെയ്മർ ഒരു ഷോട്ട്. ഒബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, സേവ് ചെയ്ത് തന്നു അണ്ണൻ. അപ്പോൾ മച്ചാമാരെ നിങ്ങളെന്താ പറയുക നമ്മുടെ മൺഡേ പാക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക എല്ലാവരും. ഓക്കെ മറഡോണ മച്ചാമാരെ. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഗൈസ് സ്കോട്ട് എൻ്റെ പൊന്നു മച്ചാമാരെ. ബെക്കംബർ ടു സക്ക യെല്ലോ കാർഡ് സക്ക. ഓക്കെ സാബി ബ്ലോക്ക് ചെയ്ത് മച്ചാമാരെ. ഓക്കെ സുവാരസ് ടു നമുക്ക് നോക്കാം. വെട്ടിച്ചിട്ടുണ്ട് സുവാരസ് ഗൈസ്. അത്യാവശ്യം കളിപ്പിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കാർഡ്. റോബർട്ടോ കാർലോസ് ടു നമുക്ക് നോക്കാം. ഇത് ഇവിടുന്ന് പോകുമോ? ഇല്ല. ഓക്കെ സാബി ടു സ്നൈഡർ. എടാ മെസ്സി. ഓക്കെ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ, കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അടിപ്പിക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സുവാരസ് അടി തുടങ്ങിയിട്ടുണ്ട്. അണ്ണൻ ഡബിൾ ബൂസ്റ്റർ കാർഡിൻ്റെ ഒരു പവർ കാണിച്ചു തുടങ്ങി. 72-ാം മിനിറ്റിൽ നല്ലൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ആശാൻ അടിച്ചിട്ടുണ്ട്. അതുപോലെ മച്ചാമാരെ നിങ്ങളെന്തായാലും നിങ്ങളെല്ലാവരുടെയും പ്ലേയിങ് സ്റ്റൈൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും മാനേജറിനെയും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് കമൻറ്റ് ബോക്സ് നോക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന മാനേജർ ഏതാണ്, അതുപോലെ ലോങ് ബോൾ കൗണ്ടർ ആണോ, ക്വിക്ക് കൗണ്ടർ ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഏതാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ മാനേജറും കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതായത് ബെക്കംബർ ആണോ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ എന്താ പറയുക എനിക്ക് തോന്നുന്നു ഗ്യാസ്പെർണി വേഴ്സസ് നമ്മൾ ചെയ്തിട്ടില്ല. ഡെഷാംസ് വേഴ്സസ് ക്രൈഫ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മച്ചാമാരെ നിങ്ങളുടെ അവിടെ മഴ വെയിലാണോ അതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇപ്പം വെയിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. നമ്മുടെ ഇവിടെയൊക്കെ വെയിലാണ് ഗൈസ്. അപ്പം ക്രൈഫ് ടു എടാ മച്ചാമാരെ ഇവന്മാർ പെർഫോമൻസ് വൈസ് നല്ലോണം കയറുന്നുണ്ടല്ലോ. കഫു മച്ചാമാരെ ഓടി കയറിയിടോ. കഫു ടു ബെല്ലിംഗം ടു സുവാരസ് കിട്ടിയില്ലടാ. ചൗമണി ഗൈസ് കിട്ടിയിട്ടുണ്ട്. സാബി അലോൺസോ ടു സുവാരസ്. സ്കോട്ട് ഗൈസ് മറഡോണയ്ക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അടിച്ചു. എടാ മെസ്സി എടാ മെഗലനെ ചെക്കൻ അടിച്ച് മറ്റേ ത്രോ ഇട്ടു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. മെസ്സി ടു ബെല്ലിംഗം ടു വീണ്ടും മെസ്സി ടു സ്കോട്ട് ടു
സാബി ടു ബെല്ലിംഗം. ഓക്കെ, വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടിച്ചു മച്ചാമാരെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കംബാക്ക് കൊണ്ട് നമ്മുടെ സുവാരസണ്ണൻ പൊളിച്ചു, അവന്മാരെ അങ്ങ് പൊട്ടിച്ചു. പക്ഷെ പറയാൻ പറ്റില്ല, ലാസ്റ്റ് ടൈമിൽ ഇനിയൊരു ഇത് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളെന്തായാലും ഇപ്പോൾ ഇടയ്ക്കൊക്കെ മാച്ച് ഗൈസ് എന്താ വെച്ചാൽ രാത്രി ഗൈസ് ഇത് എനിക്ക് തോന്നിയാണെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം. പാട്രിക് വിയേറ ടു കോസ്റ്റ് കെട്ട മറഡോണ ഗൈസ്. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഇത് എൻ്റെ മാത്രം ഒരു ഇതാട്ടോ, എനിക്ക് അറിയില്ല, കറക്റ്റ് അറിയില്ല. മെസ്സി സുവാരസ് ടു മെസ്സി ടു അണ്ണൻ സുവാരസിലേക്ക് തന്നെ കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ കിട്ടിയിട്ടുണ്ട് മറഡോണ മറ്റേ ഇവനെയൊക്കെ വെട്ടിച്ചല്ലോ. അയ്യോടാ, ഒരു ത്രൂ പാസ് കൊടുത്താൽ മതിയായിരുന്നു. അത് പാസ് കൊടുത്താൽ മതി, അനാവശ്യമായി കൊടുത്തു. ബെല്ലിംഗം ടു ബാസ്റ്റണി ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. സാബി അലോൺസോ ടു മെസ്സി ടു സുവാരസ്. അടുത്തടി ബാസ്റ്റണി ബ്ലോക്ക് ചെയ്തടാ മച്ചാമാരെ ഗൈസ്. അപ്പോൾ നിങ്ങളൊരു രാത്രി ഒരു 11 മണിക്ക് ശേഷമൊക്കെ കളിച്ച് നോക്കുക ഡിവിഷൻ മാച്ച്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് സ്ക്രിപ്റ്റിങ് അങ്ങനെ, അതായത് ഡിവിഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് ആ ഒരു ടൈം നല്ല ബെസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. അതെന്താണെന്നറിയില്ല, ഞാൻ കളിപ്പിച്ച് നോക്കിയപ്പോൾ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ തോന്നിയതായിരിക്കും ഗൈസ്. അപ്പം മെസ്സി ആ ഒരു ഹെഡ് കയറൂല, കാരണം സുവാരസിനല്ലേ പാസ് കൊടുക്കണം. പക്ഷേ ബാസ്റ്റണി ഉള്ളതുകൊണ്ട് നമുക്ക് പാസ് കൊടുക്കാൻ നടക്കൂല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. നെയ്മർ ടു ക്രൈഫ്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ സെലക്ഷൻ കോൺട്രാക്റ്റിൽ ഏത് കോഡിനെ എടുക്കും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ മച്ചാമാരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഗൈസ്. അപ്പോൾ ആ ഒരു മാച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു മാച്ച് ജയിച്ചു. അതുപോലെ ഡിവിഷൻ പ്രൊമോഷൻ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മച്ചാമാരെ, നമ്മൾ അധികം ഡിവിഷൻ മാച്ച് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവിഷൻ കളിക്കുന്നത് തന്നെ. പിന്നെ നമ്മളങ്ങനെ കൂടുതലും ലൈവിലാണെങ്കിൽ മാച്ചാണ് കൂടുതലും കളിക്കാറ്. ഞാൻ ഇടയ്ക്കൊക്കെ റാങ്ക് പുഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടോ. പക്ഷേ നമ്മൾ കയറി വരുന്നത് നമുക്ക് എന്തായാലും സെറ്റാക്കാം. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ഡിവിഷൻ മാച്ച് ഓരോ ദിവസവും ഒരെണ്ണമൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡിഫൻസൊക്കെ നിങ്ങൾ ആരാ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും കോംബോ ട്രൈ ചെയ്യുകയാണെങ്കിൽ പറയുക. പിന്നെ നമ്മൾ ക്ലൂവേഡിനെ ഒന്നും കിട്ടിയില്ല. ക്ലൂവേഡിനെ കിട്ടിയാൽ ഞാനൊരു ഫസ്റ്റ് ഇംപ്രഷൻ സെറ്റാക്കുമായിരുന്നു. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.